Hello and welcome to yet another session of Hindi grammar learning. Today we are going to discuss about noun and its classifications. संज्ञा किसे कहते हैं और संज्ञा के कितने भेद हैं. നാമം എന്തുവാണ്? അത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നെയിം ഓഫ് എ തിങ്, എ പ്ലേസ്, എ പേഴ്സൺ ഓർ ഈവൺ എൻ ഐഡിയ, അതാണ് നൗൺ. किसी व्यक्ति, वस्तु, स्थान, भाव या गुण के नाम का बोध कराने वाले शब्द को संज्ञा कहते हैं. എന്താണ് സംഖ്യ? ഏതെങ്കിലും വ്യക്തി, അതൊരു പേഴ്സൺ ആകാം, വസ്തു ആകാം, ഏതെങ്കിലും തിങ് ആകാം, സ്ഥലമാകാം, ഈവൻ ഭാവ് യാ ഗുൺ, അത് അതിൻ്റെ ഒരു ഫീലിംഗ് ആകാം അല്ലെങ്കിൽ ഒരു ഗുണമാകാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ആ നെയിമിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. ये विकारी शब्द होते हैं. വികാരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കൂ, ഗ്രാമർ എപ്പോഴും ഒരു കണ്ടിന്യൂസ് സ്റ്റഡി ആയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ശബ്ദവിചാർ സെഷനിൽ നമ്മൾ വികാരി അവികാരി ഡിസ്കസ് ചെയ്തു. വികാരി എന്ന് പറയുമ്പം അതിൽ മാറ്റം വരുന്നു, ലിംഗം മാറുന്നതനുസരിച്ച്, വചനം മാറുന്നതനുസരിച്ച്, ജെൻഡർ മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പിന്നെ അത് സിംഗുലർ പ്ലൂറൽ ആവുന്നതനുസരിച്ച് മാറ്റം വരുന്ന വേർഡ്സിനെയാണ് വികാരി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു നൗൺ ഒരു വികാരി ശബ്ദമാണ്, ഇതിൽ ചേഞ്ചസ് വരാം. അപ്പോൾ ഒരു വ്യക്തി, വസ്തു, സ്ഥാൻ, भाव या गुण के नाम का बोध कराने वाले शब्द को संज्ञा कहते हैं. सो अ नाउन इज अ नेम ऑफ अ पर्सन, एनिमल, प्लेस और थिंग और इवन फीलिंग. അത് പേരാകാം, ലൈക്ക് മോഹനാകാം, പൂച്ചയാകാം, ഘർ അല്ലെങ്കിൽ വീടാകാം, കസേരയാകാം, ഈവൻ ഫീലിംഗ് സാഡ്നെസ്, ഹാപ്പിനെസ് എന്തുവാകാം. അങ്ങനെ ഇതെല്ലാം സംഖ്യയുടെ കാറ്റഗറിയിൽ വരും. നൗണിനെ മെയിനായിട്ട് 3 ഡിവിഷൻസായിട്ടാണ് സംഖ്യയ്ക്ക് 3 പ്രമുഖ ഭേദ് എന്ന് പറയാവുന്നത്. വ്യക്തിവാചക് സംഖ്യ, ജാതിവാചക് സംഖ്യ ഓർ ഭാവവാചക് സംഖ്യ. ഈ 3 ഡിവിഷൻസാണ് നൗണിനെ നമ്മൾ ബേസിക്കലി കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് ഫർദർ ഡിവിഷനുണ്ട്, അത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രഭാവത്തിൽ ആണ്. ഈ ജാതിവാചക് സംഖ്യനെ ഫർദർ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 2, സമുദായവാചക് അല്ലെങ്കിൽ പിന്നെ സമൂഹവാചക് സംഖ്യ, പിന്നെ ദ്രവ്യവാചക് സംഖ്യ. അത് ഈ കളക്റ്റീവ് നൗൺ നമ്മൾ പറയില്ലേ, അതും പിന്നെ മെറ്റീരിയൽ നൗൺ, ഇത് രണ്ടും. ഇങ്ങനെ ടോട്ടലി ആക്ച്വലി 5 ഡിവിഷൻസ് ആണ്. ബ്രോഡ്ലി noun is divided into 3 categories: വ്യക്തിവാചക് സംഖ്യ, ജാതിവാചക് സംഖ്യ ഓർ ഭാവവാചക് സംഖ്യ. പിന്നെ ഫർദർ ഡിവിഷൻ ഉണ്ട്, അത് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും, 5 എണ്ണം ഡിസ്കസ് ചെയ്യും. നമുക്കത് ഓരോന്നും നോക്കാം. വ്യക്തിവാചക് സംഖ്യ അല്ലെങ്കിൽ പ്രോപ്പർ നൗൺ അതെന്താണ്? എ നൗൺ ദാറ്റ് ഡിനോട്ട്സ് എ പർട്ടിക്കുലർ തിങ്. ഒരു പർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി, ഒരു പർട്ടിക്കുലർ യുണീക്ക് സാധനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ജിസ് ശബ്ദ സേ കിസി വിശേഷ വ്യക്തി, विशेष वस्तु या विशेष स्थान के नाम का बोध हो उसे व्यक्तिवाचक संज्ञा कहते हैं. देखिए यहाँ विशेष शब्द അതിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലം, ഒരു പർട്ടിക്കുലർ സാധനം, തിങ്, അങ്ങനത്തെ ഉള്ള ഒരു വേർഡിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ദിസ് നൗൺ ഡിനോട്ട്സ് എ പർട്ടിക്കുലർ പേഴ്സൺ, എ പർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ എ പർട്ടിക്കുലർ പ്ലേസ്. എക്സാമ്പിൾ നോക്കാം. മോഹൻ ഒരു പർട്ടിക്കുലർ ആളിൻ്റെ പേരാണ്, ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ആൾ. എല്ലാ മനുഷ്യരെയും സൂചിപ്പിക്കുന്നതല്ല മോഹൻ എന്ന പേര്, എല്ലാ മനുഷ്യരിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് മോഹൻ. അതുപോലെ ഇപ്പോൾ നദി ഒരു നൗണാണ്, പക്ഷേ ഗംഗാ നദി ഒരു പർട്ടിക്കുലർ റിവറിനെയാണ്. ഗംഗാ നദി എന്ന് പറയുമ്പം അത് യുണീക്കാണ്, ഗംഗ മാത്രമേ ഉള്ളൂ. പർവ്വതം ഒരു നൗണാണ്, പക്ഷേ പർവ്വതങ്ങളിൽ ഹിമാലയം പർവ്വതം എന്നെടുത്ത് സൂചിപ്പിക്കുമ്പോൾ നമ്മളത് വ്യക്തിവാചക് സംഖ്യയായിട്ട് മാറുന്നു. അതുപോലെ ദില്ലി, മുംബൈ എന്ത് വേണേൽ കൊടുക്കാം. സോ വാട്ട് ഈസ് വ്യക്തിവാചക് സംഖ്യ? ജിസ് ശബ്ദ സേ കിസി വിശേഷ വ്യക്തി, विशेष वस्तु या विशेष स्थान के नाम का बोध हो उसे व्यक्तिवाचक संज्ञा कहते हैं. നെക്സ്റ്റ്, ഇതിപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത് നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നതാണ്, അത്ര കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. നൗൺ ചാപ്റ്റർ വളരെ ഈസിയാണ്.
नेक्स्ट वन जातिवाचक संज्ञा അല്ലെങ്കിൽ कॉमन नाउन. एक जाति के समस्त प्राणियों अथवा पदार्थों का बोध कराता है ജാതിവാചക സംജ്ഞ. ഒരു ഗ്രൂപ്പ്, ഹോൾ ഗ്രൂപ്പ്, ലൈക്ക് നദി എന്ന് പറയുമ്പോൾ അതൊരു കോമൺ നൗണാണ്. ജാതിവാചക സംജ്ഞയാണ്, അതിലെല്ലാ നദികളും വരും. അതിലെല്ലാ മനുഷ്യരും വരും. പഹാഡ് എന്ന് പറയുമ്പം പർവ്വതം, മൗണ്ടൻ, അതിലെല്ലാ മൗണ്ടൻസും വരും, ഹിമാലയം മാത്രമല്ല. അങ്ങനെ ये पद अपनी जाति के हर एक व्यक्ति अथवा वस्तु के लिए प्रयुक्त होता है. അവരുടെ ആ ഒരു പർട്ടിക്കുലർ ജാതിയിലെ എല്ലാ വ്യക്തികളെയും അല്ലെ വസ്തുക്കളെയും പ്രതിനിധീകരിക്കുന്ന വേർഡിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. മനുഷ്യൻ, അതിലെല്ലാ മനുഷ്യരും വരും. അതുപോലെ തന്നെ നദി, പഹാഡ്, എല്ലാ പർവ്വതങ്ങളും വരും. അപ്പോൾ അതാണ് ജാതിവാചക സംജ്ഞ. തേർഡ് മെയിൻ ഡിവിഷൻ നൗൺസിൽ ആബ്സ്ട്രാക്ട് നൗണാണ് അല്ലെങ്കിൽ ഭാവവാചക സംജ്ഞ. അതെന്താണ്? കിസി പദാർത്ഥ കി ഗുണ, അവസ്ഥ അഥവാ വ്യാപാർ കാ ബോധ് കരാത്തി ഹൈ. ഭാവവാചക സംജ്ഞ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ, അവസ്ഥ, അതെന്തുമാകാം. ഹസി, ഖുഷി, പ്യാർ, സച്ചായി, മനുഷ്യത, ബുഢാപ്പ, ഇതെല്ലാം ഭാവവാചക സംജ്ഞയിൽ വരും. ഇവിടെ വരുമ്പോഴാണ് നൗൺ അല്പം നമുക്ക് കൺഫ്യൂഷനായിട്ട് വരാൻ സാധ്യത. വ്യക്തിവാചകവും ജാതിവാചകവും നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഈ ആബ്സ്ട്രാക്ട് നൗൺ? ആബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പം അതിനെ നമുക്ക് ആക്ച്വലി നമുക്ക് കണ്ട് കൗണ്ടബിൾ അല്ല അത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈക്ക് സച്ചായി, ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ബുഢാപ്പ. അപ്പോൾ ആബ്സ്ട്രാക്ട് നൗണിൻ്റെ അവിടെ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അത് നമുക്ക് ഓരോ എക്സാമ്പിൾസിലൂടെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരും എന്തുവാണ് ഭാവവാചക് അല്ലെങ്കിൽ ആബ്സ്ട്രാക്ട് നൗൺ. किसी पदार्थ के गुण, अवस्था अथवा व्यापार का बोध कराने वाली संज्ञा को भाववाचक संज्ञा कहते हैं. एग्जाम्पल हंसी, खुशी, प्यार, सच्चाई, मनुष्यता, बुढ़ापा वगैरह वगैरह. അപ്പം നമ്മൾ പറഞ്ഞു ബ്രോഡ് ഡിവിഷൻ 3 വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. പിന്നീട് ജാതിവാചകിനെ പിന്നീട് രണ്ട് രീതിയിലും കൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സമുദായവാചക് അല്ലെങ്കിൽ സമൂഹവാചക്, അത് ആക്ച്വലി കളക്റ്റീവ് നൗണാണ്. അത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രഭാവത്തിൽ വന്നതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ആർമി ഓഫ് സോൾജേഴ്സ്, അങ്ങനെ ഒരു ബഞ്ചിനെ പറയുന്നില്ലേ, അതാണ്. ഹിന്ദിയിലും സഭ, ഭീഡ്, സേന, സംഘ്, ഇതെല്ലാം കളക്റ്റീവ് നൗൺസാണ്. ഒരു ഹോൾ ഗ്രൂപ്പിനെ, ഒരു പർട്ടിക്കുലർ തിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ്, അല്ലാതെ മിക്സ്ചറിനെ അല്ല. ഇപ്പോൾ ഒരു സേന ആണെങ്കിൽ അത് സോൾജേഴ്സിൻ്റെ ആർമി ഓഫ് സോൾജേഴ്സ്, അങ്ങനെ സെയിം സാധനത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിവിഷൻ ദ്രവ്യവാചകാണ്. കിസി ദ്രവ്യ യാ പദാർത്ഥ കാ ബോധ് ഹോത്താ ഹൈ, അതും അൺകൗണ്ടബിൾ ആണ്. ലൈക്ക് സോന, ചാന്തി, ഗോൾഡ്, സിൽവർ, ഹവ, തേൽ, ഷഹദ്, ഹണി, അതെല്ലാം ഇങ്ങനെ ഇതെല്ലാം ദ്രവ്യവാചക് സംഖ്യയുടെ കാറ്റഗറിയിൽ വരും. യാ ഫിർ അൺകൗണ്ടബിൾ നൗൺ, മെറ്റീരിയൽ നൗൺ, ഇതാണ് ദ്രവ്യവാചക് സംഖ്യ. ഈ കളക്റ്റീവ് നൗൺ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രഭാവത്തിൽ നിന്നാണ് വന്നത്. ഇംഗ്ലീഷിലാണ് ഒരുപാട് കളക്റ്റീവ് നൗൺസ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് എ ഗാങ് ഓഫ് തീവ്സ്, എ കോയർ ഓഫ് സിംഗേഴ്സ്, എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, പാക്ക് ഓഫ് വൂൾസ്. അങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഹോൾ ലോട്ട് ഓഫ് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രഭാവത്തിൽ ഹിന്ദിയിൽ അത്ര യൂസേജ് ഇല്ല, എന്നാലും സഭ, ഭീഡ്, സേന, സംഘ് അതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഈ ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് നൗൺസിൻ്റെ വിവിധ ഡിവിഷൻസ് ഒന്നുകൂടി ക്ലിയർ ആകും. വ്യക്തിവാചക്, ജാതിവാചക്, സമൂഹവാചക് ഇവയെല്ലാം കൗണ്ടബിൾ നൗൺസാണ്. ദേ ക്യാൻ ബി കൗണ്ടഡ്. മറിച്ച് ദ്രവ്യവാചകവും ഭാവവാചകവും എന്ന് വെച്ചാൽ മെറ്റീരിയൽ നൗണും ആബ്സ്ട്രാക്ട് നൗണും ഇവ അൺകൗണ്ടബിളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ട് നമ്മളതിൽ നിന്ന് ഏത് നൗണാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പ്രാക്ടിക്കൽ ലെവൽ ചോദ്യത്തിന് നമുക്ക് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ടെക്നിക്ക് പിടികിട്ടും. നമുക്കൊരു എളുപ്പമാകും നൗൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പം നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നു. ബച്പൻ, ഹവ, ഗോപാൽ, ലഡ്കി, പാനി, മിഠാസ്, ബുഢാപ്പ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തിവാചക്കും ജാതിവാചക്കും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പ്രോപ്പർ നൗണും കോമൺ നൗണും സിമ്പിളാണ്.
അപ്പം നമുക്കിതിന് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. നമുക്ക് ഏതറിയാവുന്നോ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഗോപാൽ ഒരു വ്യക്തിയുടെ പേരാണ്, ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ പേരാണ്, അതുകൊണ്ടത് പ്രോപ്പർ നൗണാണ്. ലഡ്ക്കി എല്ലാ ലഡ്ക്കികളെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് ലഡ്ക്കി, അതുകൊണ്ടൊരു ജാതിവാചക്കാണ്. അപ്പം പിന്നീടുള്ളത് നോക്കിയേ, പ്രോപ്പർ നൗണും അല്ല ജാതിവാചകവും അല്ല. ബച്പൻ, ഹവ, പാനി, മിഠാസ്, ബുഢാപ്പ. ഇത് നമ്മൾ ഈ ചാർട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ, ഇത് എല്ലാം അൺകൗണ്ടബിൾ ആണ്. ബച്പൻ, ഹവ ഇതൊന്നും കൗണ്ടബിൾ അല്ല. അതിൽ തന്നെ ദ്രവ്യമായിട്ടുള്ള പദാർത്ഥം അത് പാനിയും ഹവായുമാണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്നത് ഭാവവാച്യ സംഖ്യയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ प्रैक्टिकल लेवल क्वेश्चन थर्ड वन ആണ്. निम्नलिखित संज्ञा शब्दों के भेद बताइए. राम, गोपाल, अरविंद, मनुष्य, लड़का, पर्वत, हंसी, खुशी, अंधेरा, उजाला, ഹവ, പാനി, സോന, ചാന്തി. ഇത്രയും വേർഡ്സാണ് തന്നിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ പ്രോപ്പർ നൗൺ അല്ലെങ്കിൽ വ്യക്തിവാചക സംഖ്യ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. രാം, ഗോപാൽ, അരവിന്ദ് ഈ മൂന്നും പ്രോപ്പർ നൗണാണ്. മൂന്നാൾക്കാരുടെ വ്യക്തികളുടെ പർട്ടിക്കുലർ വ്യക്തികളുടെ പേരാണ്. പിന്നെ മനുഷ്യ, ലഡ്ക, പർവ്വത് ഇവർ മൂന്ന് പേരും ജാതിവാചക്കാണ്. ഹോൾ മനുഷ്യരെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാ പയ്യന്മാരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന വേർഡാണ് ലഡ്ക. എല്ലാ മൗണ്ടൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ജാതിവാചക വേർഡാണ് പർവ്വത്. അങ്ങനെ ഒരു എലിമിനേഷൻ കഴിഞ്ഞു. പിന്നീട് ഹസി, ഖുഷി, അന്ധേര, ഉജാല, ഹവ, പാനി, സോന, ചാന്തി ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസാണ്. അപ്പോൾ അൺകൗണ്ടബിളിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ദ്രവ്യവാചകമുണ്ട്, ഭാവവാചകമുണ്ട്. ഇതിൽ തന്നെ ദ്രവ്യ അല്ലെങ്കിൽ ഒരു പദാർത്ഥ രൂപത്തിൽ ഏതാണ് ഹവ, പാനി, സോന, ചാന്തി. അപ്പോൾ ബാക്കിയെല്ലാം ഭാവവാചക്. ഏതൊക്കെ? ഹസി, ഖുഷി, അന്ധേര, ഉജാല എല്ലാം ആബ്സ്ട്രാക്ട് നൗൺ അല്ലെങ്കിൽ ക്ലിയർ ആയല്ലോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് ഓടിച്ചു നോക്കാം. അതിൽ പാർട്ട് എയിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഭാവവാചക് സംഖ്യ ക്യാ ഹെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 2 മാർക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു സൂചനയായിട്ട് എടുത്താൽ നമുക്ക് ഭാവവാചക് സംഖ്യ ക്യാ ഹെ എന്ന് ചോദിക്കാം. അതേപോലെ ജാതിവാചക് സംഖ്യ, അതേപോലെ വ്യക്തിവാചക് ഏത് വേണമെങ്കിലും അവർക്ക് 2 മാർക്സിന് ചോദിക്കാം. ആൻഡ് പാർട്ട് ബി ദേ ഹാവ് ആസ്ക്ഡ് संज्ञा के भेदों को समझाइए. 16th क्वेश्चन संज्ञा के भेदों को समझाइए. ഈ 5 ഭേദം നിങ്ങൾ എഴുതണം. ബ്രോഡ് ക്ലാസിഫിക്കേഷനും മറ്റേ രണ്ടെണ്ണം. ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക് ഉണ്ടെന്നും അതെന്താണെന്നും എഴുതണം. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. പിന്നീട് ദ്രവ്യവാചകവും സമൂഹവാചകവും അതും എഴുതണം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ 19 സംഖ്യ കെ ഭേദോं का परिचय दीजिए. സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഷുവർ ഈ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സംഖ്യ കെ ഭേദോं का परिचय दीजिए. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജാതിവാചക് സംഖ്യ കിസേ कहते हैं. അപ്പോൾ സിമിലർലി വ്യക്തിവാചക്, ഭാവവാചക്, ദ്രവ്യവാചക് ഏതും കിസേ कहते എന്ന് പറഞ്ഞ് സിംഗിൾ വൺ ചോദിക്കാം. ഒരു സിംഗിൾ നൗൺ വ്യക്തിവാചക് സംഖ്യ കിസേ कहते हैं. അങ്ങനെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയും നമുക്ക് ഭാവവാചക് സംഖ്യ അല്ലെങ്കിൽ ആബ്സ്ട്രാക്ട് നൗൺ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇനിയും പഠിപ്പിക്കാൻ പോകുന്നത് അത്ര വലിയ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ മെമ്മറൈസ് ചെയ്യുന്നത് ആ സംഖ്യക്ക് 5 ഭേദ്, പിന്നെ മനസ്സിലാക്കേണ്ടത് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയാലും നിങ്ങൾ ഗ്രാമർ വെറുത്തു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്. भाववाचक संज्ञाएं मुख्य रूप से 3 प्रकार के शब्दों से बनती है. जातिवाचक संज्ञा से, क्रिया से और विशेषण से. അതവർ പറയുന്നത് എങ്ങനെയാണ് ആബ്സ്ട്രാക്ട് നൗൺ ഫോം ചെയ്യുന്നതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അവർ ജാതിവാചക് സംഖ്യയിൽ നിന്ന് എങ്ങനെയാണ് ആബ്സ്ട്രാക്ട് നൗൺ ഉണ്ടാകുന്നത് പറയാണ്. എക്സാമ്പിൾ തന്നിരിക്കുന്നത് മനുഷ്യ എന്ന വേർഡിൽ നിന്ന് മനുഷ്യത ഉണ്ടാവും. ലഡ്ക സേ ലഡക്പൻ എന്ന് വെച്ചാൽ ബോയ്ഹുഡ്. ശിശു സേ ശൈശവ്. ചോർ സേ ചോരി. ഗവാ സേ ഗവാഹി. ഇങ്ങനെയൊക്കെയാണ് ആബ്സ്ട്രാക്ട് നൗൺ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡൂയിങ് വേർഡ് അല്ലെങ്കിൽ ക്രിയ അല്ലെങ്കിൽ വെർബിൽ നിന്നും ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെയാണ്? ഖേൽന സേ ഖേൽ, ലഡ്ന സേ ലഡായി, ഘബറാന സേ ഘബറാഹട്ട്. തേർഡ് വൺ വിശേഷൻ അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ്, അതിൽ നിന്നും ഭാവവാചക് നൗൺ ഉണ്ടാവും. കാല സേ കാലാപ്പൻ, ठंडा से ठंड, गरम से गर्मी, സുന്ദർ സേ സുന്ദർത്ത, ലാൽ സേ ലാലി. ഇങ്ങനെയൊക്കെയാണ് ആബ്സ്ട്രാക്ട് നൗൺസ് അല്ലെങ്കിൽ ഭാവവാചക് സംഖ്യ ഉണ്ടാകുന്നത്. ഈ 3 ടൈപ്പിലാണ്.
लास्ट थिंग विच वी हैव टू डिस्कस इज സംജ്ഞാओं के रूपांतर. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ് സംജ്ഞ ഒരു വികാരി ശബ്ദമാണ് അല്ലേ. ദാറ്റ് മീൻസ് ഈ നൗൺ അല്ലെങ്കിൽ ഈ നാമം വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ജെൻഡർ മാറുന്നതനുസരിച്ച്, സിംഗുലർ പ്ലൂറൽ ആകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ടെൻസ് അല്ലെങ്കിൽ കാരക് മാറുന്നതനുസരിച്ച് ഈ വേർഡ്സിൽ മാറ്റം വരും. ഓക്കെ, എക്സാമ്പിളായിട്ട് ഈ ഒരു സെൻറ്റൻസ് അങ്ങ് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ലഡ്ക ഖേൽത്താ ഹേ. ഈ സെൻറ്റൻസിൽ നൗൺ ഏതാണ്? ലഡ്ക. ആ ലഡ്ക ജെൻഡർ മാറുമ്പോൾ അത് ലഡ്കി ഖേൽത്തി ഹേ ആകും. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ വികാരി ശബ്ദ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർമ്മ കാണും. പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം ആകുമ്പോൾ ലഡ്ക എങ്ങനെയായി മാറും? ലഡ്കയായി മാറും. ലഡ്കെ ഖേൽത്തെ ഹേ. അതുപോലെ തന്നെ കാരക്, അതനുസരിച്ചും ലഡ്ക എന്ന വേർഡ് മാറ്റം വരും. കാരക് വേറെ ഒന്നുമല്ല, ഒരു സെൻറ്റൻസിൽ നൗണും പ്രൊനൗണും ക്രിയയായിട്ട് യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചാണ്. അത് നമുക്ക് പിന്നീട് കാരക് ചാപ്റ്ററിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. വികാരി ശബ്ദമായത് കാരണം ഈ നൗൺസ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ചേഞ്ചസ് വരും ഇതിൽ. എക്സാമ്പിൾ, ഈ ഒരു സെൻറ്റൻസ് അങ്ങ് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ലഡ്ക ഖേൽത്താ ഹേ. അപ്പോൾ ജെൻഡർ മാറുന്നതനുസരിച്ച് ലഡ്കി ഖേൽത്തി ഹേ എന്നാവും, ലഡ്കെ ഖേൽത്തെ ഹേ എന്നാവും. അങ്ങനെ മാറ്റങ്ങൾ ഈ വേർഡിന് വരും. അതാണ് ക്രിയാക്കെ രൂപാന്തർ. രൂപ് എന്ന് വെച്ചാൽ സ്ട്രക്ചർ. രൂപാന്തർ മീൻസ് ചേഞ്ച് ഇൻ സ്ട്രക്ചർ. So finally, winding up this session, we will have a quick look at your exercise questions. First one, संज्ञा की परिभाषा देते हुए उसके भेदों पर प्रकाश डालिए. അതിനെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സംഖ്യ എന്തുവാ, നൗൺ എന്തുവാന്നുള്ളത് പരിഭാഷ മെമ്മറൈസ് ചെയ്ത് വെക്കണം, മനസ്സിലാക്കലും വെക്കണം, മെമ്മറൈസും ചെയ്യണം. പിന്നെ അതിന് 5 ഭേദം എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, भाववाचक संज्ञाएं किस प्रकार से बनती है? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. किस प्रकार से बनती है? 3 प्रकार से बनती है. ഏതൊക്കെയാണ്? जातिवाचक संज्ञा से, क्रिया से और विशेषण से भाववाचक संज्ञाएं बनती हैं. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദെൻ ഫോർത്ത് വൺ, संज्ञाओं के रूपांतर से क्या तात्पर्य है? ഉദാഹരൺ സഹിത് ലിഖിയെ. ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരുന്നാൽ, ലഡ്ക ഖേൽത്താ ഹേ എന്നുള്ളൊരു മെമ്മറൈസ് ചെയ്ത് വെച്ചിരുന്നാൽ അതെങ്ങനെ രൂപം മാറുന്നു, അത്രേ ഉള്ളൂ. സംഖ്യയുടെ രൂപാന്തർ, അതിൻ്റെ രൂപം എങ്ങനെ മാറുന്നു. ഈ ലഡ്ക എന്ന വേർഡ് ഒരു നൗണാണെന്ന് നമ്മൾ പഠിച്ചു. അത് ജെൻഡർ മാറുന്നതനുസരിച്ച് പെണ്ണായി മാറുമ്പോൾ ലഡ്കിയായി മാറുന്നു ഹിന്ദിയിൽ. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. അതാണ് സംഖ്യാക്കെ രൂപാന്തർ. അത് ബഹുവചനമായി മാറുമ്പോൾ ലഡ്ക ലഡ്കയായി മാറുന്നു. അത്രേ ഉള്ളൂ. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. So until we meet next time with another session, goodbye.